ക്രിസ്മസ് ആയിട്ട് നിങ്ങളൊന്നും എങ്ങോട്ടും പോണില്ലേ? ഞങ്ങൾ ക്രിസ്മസ് പൂട്ടിന് സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോണതേ. വിഷ്ണു ഈ എങ്ങോട്ടും പോണില്ലേ? ഏയ് ഞാൻ എങ്ങോട്ടും പോണില്ല. എന്റെ അമ്മ പറഞ്ഞിക്കണു ക്രിസ്മസിന് ക്രിസ്മസ് അപ്പൂപ്പൻ വീട്ടിൽ വരുന്ന്. അപ്പൊ കൊറേ ഗിഫ്റ്റുകളൊക്കെ തരുന്ന് പറഞ്ഞിക്കണു. അതന്നെ എന്റെ അമ്മ പറ്റിച്ചാ മനെ. എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എന്നെ ടൂർ കൊണ്ടുപോകണ്ടേ. അപ്പൊ ക്രിസ്മസ് അപ്പൂപ്പൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടാണ്. അപ്പൊ ക്രിസ്മസ് അപ്പൂപ്പൻ വരൂല എന്നാണ് പറയണത്. ക്രിസ്മസ് അപ്പൂപ്പൻ വരികയൊക്കെ ചെയ്യും, പക്ഷെ സമ്മാനമൊന്നും കൊണ്ടുവരില്ല. ക്രിസ്മസ് അപ്പൂപ്പൻ വരികയൊക്കെ ചെയ്യും, പക്ഷെ സമ്മാനമൊന്നും കൊണ്ടുവരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും കാര്യം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സിറ്റോൺ. എന്താ വിഷ്ണു, നീ നല്ല സങ്കടത്തിലാണല്ലോ? അത് പിന്നെ ടീച്ചർ ഓനോടെ ഓന്റെ അമ്മ പറഞ്ഞിക്കാത്രേ ക്രിസ്മസിന് ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിട്ട് ഓനക്ക് കുറേ സമ്മാനങ്ങൾ കൊടുക്കുന്നൊക്കെ. ആണോ വിഷ്ണു? അതെ ടീച്ചറെ. അപ്പൊ അബു പറയണേ അങ്ങനെയൊന്നും തരൂലെന്നാണോ ടീച്ചറെ? അങ്ങനെയൊന്നുമില്ല. ചില ക്രിസ്മസ് അപ്പൂപ്പന്മാര് വരുമ്പോ സമ്മാനം കൊടുന്നേരും. അതിന് നമ്മൾ നല്ല കുട്ടികളായിരിക്കണം, അല്ലാതെ ചീത്ത കുട്ടികൾക്കൊന്നും ഒരു സമ്മാനം കിട്ടൂല. ഞാനും നല്ല കുട്ടിയാണ് ടീച്ചർ. നല്ല കുട്ടി എന്തായാലും ആവണം, അല്ലെങ്കിൽ കിട്ടൂല ട്ടോ. വീട്ടിൽ മാത്രല്ല സ്കൂളിലും ഏറ്റവും നല്ല കുട്ടികൾക്കൊക്കെയുള്ള കിട്ടുക, അല്ലാതെ വികൃതിയും കുറുമ്പും കാട്ടുന്ന കുട്ടികൾക്കൊന്നും കിട്ടൂല. അമ്മ പറയണതും അച്ഛൻ പറയണതും ടീച്ചർ പറയണൊക്കെ കേൾക്കുന്ന കുട്ടികൾക്കുള്ളൂ കിട്ടുക. പിന്നെ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്കും. ആണോ ടീച്ചറെ? എന്നെ എനിക്ക് എന്തായാലും കിട്ടും. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. എനിക്കും കിട്ടും അല്ലേ ടീച്ചറെ? ചിലപ്പോ കിട്ടും. എന്നിട്ട് എന്നാ ക്രിസ്മസ് അപ്പൂപ്പൻ വരിക? അത് ക്രിസ്മസിന്റെ അന്ന്. അല്ലാതെ ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴും വന്നൂടെ? ഏയ് അങ്ങനെയൊന്നും വരാൻ പറ്റൂല. ക്രിസ്മസ് അപ്പൂപ്പൻ അവിടെ ഒരുപാട് ജോലികളില്ലേ, അതുകൊണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ വരാൻ പറ്റൂ. പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ, ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരെയും ചെന്ന് കാണണ്ടേ. അപ്പൊ ഒരു വർഷത്തിൽ ഒരു ദിവസമുള്ളൂ വരാൻ പറ്റുക. അപ്പൊ എങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഒരു ദിവസം കൊണ്ട് എല്ലാ വീട്ടിലും പോവാൻ പറ്റുക? അതിന് ക്രിസ്മസ് അപ്പൂപ്പന്റെ അടുത്ത് വലിയൊരു വണ്ടി ഉണ്ട്. ആണോ ടീച്ചറെ? എന്നിട്ട് ആ വണ്ടിയിൽ ഞങ്ങളൊക്കെ കൊണ്ടുപോവോ? ഏയ് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ക്രിസ്മസ് അപ്പൂപ്പൻ ഒരാളെയും കൊണ്ടുപോവില്ല. അതെന്താ? ഈ ക്രിസ്മസ് അപ്പൂപ്പന് വലിയ വണ്ടിയില്ലേ, അപ്പൊ എന്താ ഞങ്ങളൊക്കെ കൊണ്ടുപോയാലേ? അത് കൊള്ളാലോ. നമ്മൾ മാത്രമല്ലല്ലോ, ഒരുപാട് പേരില്ലേ, ഓരൊക്കെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെയല്ല, ഞങ്ങളെപ്പോലെ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോയാൽ മതി. അത് നല്ല ഐഡിയ ആണല്ലോ. എന്നാ പിന്നെ ക്രിസ്മസ് അപ്പൂപ്പ വന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ടീച്ചർ എന്തായാലും ക്രിസ്മസ് അപ്പൂപ്പനോട് പറയണേ. പിന്നെന്താ പറയാ. എന്നിട്ട് നമുക്ക് മൂന്നാൾക്കും അതിലിരുന്ന് പോവാല്ലേ? പോവാ. ഹായ്, നല്ല രസമുണ്ടാവൂലേ ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടിയിലിരുന്ന് പോവാന്? പിന്നല്ല, അത് ആകാശത്ത് കൂടിയാ പോവാ. ഈ കണ്ടിട്ടില്ലേ ഫോണില് മേഘത്തിന്റെ അടിയിൽ കൂടെ ഒക്കെ വരുന്നത്? ഞാൻ കണ്ടുക്കണു. അപ്പൊ അങ്ങനെയല്ലേ പോവാ? ഈ കുട്ടികളെ ഓരോരോ കാര്യം. ഇനി ആ കാര്യം നിർത്താം. ഇനി നമുക്ക് ക്ലാസ് ടെസ്റ്റ് പറഞ്ഞില്ലേ ക്രിസ്മസ് എക്സാമിന്റെ, അതെല്ലാരും പഠിച്ചോ? കുറച്ചൊക്കെ ടീച്ചർ. ഞാൻ ഓരോരോ നെയിംസ് പറയും, അതിന്റെ സ്പെല്ലിംഗ് പറയാട്ടോ. ഓക്കെ ടീച്ചർ. ബലൂണിന്റെ സ്പെല്ലിംഗ് എന്താ? വിഷ്ണു പറഞ്ഞേ. BALOON. ബലൂൺ. ഓക്കെ, വെരി ഗുഡ്. സ്റ്റാറിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. അത് അപ്പു പറയും. STAR. സ്റ്റാർ. ഓക്കെ, ഗുഡ്. ഇനി അബുവിനോടാണ്. ജെൽഫിഷിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ഞാനോ? നീ എന്നെ വേഗം പറ. അത് പിന്നെ ഫിഷിന്റെ ആണെങ്കിൽ എനിക്കറിയാം, ജെല്ലി ഫിഷിന്റെ അറിയില്ല. അത് കൊള്ളാലോ. അപ്പൊ ജെല്ലി ഫിഷും ഫിഷും തമ്മിൽ എന്താ വ്യത്യാസം? ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാല് ഫിഷിന്റെ മുമ്പില് ജെല്ലില്ലേ, അത് എന്റെ സ്പെല്ലിംഗ് എനിക്ക് അറിയില്ല. ഫിഷിന്റെ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ ഫിഷിന്റെ സ്പെല്ലിംഗ് പറ. ഫിഷിന്റെ സ്പെല്ലിംഗ് FISH. ഫിഷ്. ജെല്ലിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു നോക്കിയേ. GLLY. പറഞ്ഞതില് കുറച്ചൊക്കെ ശരിയാണല്ലോ. എന്നാ ടീച്ചർ പറഞ്ഞുതരാം. JELLY. ജെല്ലി. FISH. ഫിഷ്. ജെല്ലി ഫിഷ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ഈട്ടാ മതിയല്ലോ. അതെ. ടീച്ചർ ഇപ്പൊ വരാട്ടോ. ഓക്കെ ടീച്ചർ. അബോ, ഈ വിഷ്ണുല്ലേ, ഓന് കുശിട്ടുക. അയ്യേ, എന്താ വിഷ്ണു ഇത്? ഞാനൊന്നും ഇട്ടിട്ടില്ല, വെറുതെ പറയാ. ഞാൻ വെറുതെ അറിയുന്നല്ലോ, ഞാൻ സത്യം പറയണേ. എന്നാലും വിഷ്ണു അനക്ക് പുറത്ത് പോയിട്ട് ഇട്ടാ പോരാനില്ലേ? ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഓന് നുണയനാണോ? വെറുതെ പറയാൻ, ഞാൻ കേട്ടതാണ്.
കളിയാക്കി നിങ്ങൾക്കൊന്നും കിട്ടൂല. ഈ ഇപ്പൊ നേരത്തെ ഓൻ എത്ര കളിയാക്കി, അപ്പൊ എനിക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായില്ല വേദന. ഇനി ഞാൻ ആരെയും കളിയാക്കൂല ടീച്ചർ. കളിയാക്കിയിട്ടില്ലേ നിങ്ങൾക്ക് കൊള്ളാം. ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? മിന്നും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരോ വരുമോ ചാരേ നിന്നച്ഛൻ പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മമ്മൂട്ടി പിച്ച പിച്ച വെക്കാൻ കൈനീട്ടി മിന്നും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും കുഞ്ഞിച്ചുണ്ടിൽ തേനും പൊന്നും തന്നു മമ്മൂട്ടി പിച്ച വെച്ചിരുന്നു കൈനീട്ടി. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടായോ? പിന്നല്ല, അടിപൊളിയായിട്ടുണ്ട്. ഓ താങ്ക് യു. ഇനി നിങ്ങൾക്ക് അറിയണ ഓരോരോ പാട്ട് പഠിക്കേ. ഞാൻ പാടാം. ഓക്കെ, എന്നാ നീ തന്നെ ആദ്യം പാട്. വെണ്ണില ചന്ദനക്കിണ്ണം അത്തിമരച്ചോട്ടിൽ നിന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ട് നല്ലിളം കാന്തി കണ്ണാടിപ്പുഴയിലെ പൂത്തിരകൾ ലാവെല്ലോ തീരത്തെ ഓളങ്ങൾ തീരാതാം. ഇനി അപ്പൊ പഠിക്കേ. പ്രണയമേ നീ അകലുമോ ഇരുളേറും വഴി തീരവും മേലെ ഇരുളു തന്നതും ഈശ്വരവനോരുളുമറിയാദാശ തരുമോ പറവയായി ചിറകുമേകി തിരികെ വാങ്ങൂ നീ എന്നു വരും ഇവനും അവനും ഇന്ദ്രജാലം ഇവനും അവനും മന്ത്രമാരി ഒരേ പ്രഭകിരണമേ കൈവിടുകയാണോ നീ. ഓക്കെ സിറ്റോ, നല്ല രസമുണ്ടല്ലോ. ഓൻക്കൊക്കെ ഒരു പ്രണയത്തിന്റെ പാട്ടേനുള്ള അറിയാം. ഓക്കെ ഗുഡ്. ഇനി വിഷ്ണുവിനെ കൊണ്ട് നാളെ പഠിപ്പിക്കാട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയൊരു മുട്ടായി ഉണ്ട്. എന്റെ ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടി, അതിനുള്ള ട്രീറ്റാ. ഹായ് ബോണ്ടി. ഹായ്, എനിക്കിത് നല്ല ഇഷ്ടമായി. ഇതിന്റെ ഉള്ളിൽ തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ? എന്നെടുത്തോളി മക്കളെ, തിന്നോളിട്ടോ. ഹായ്, നല്ല ഇഷ്ടമുണ്ട്. അയ്യോ എന്റെ കൈനല്ല, എനിക്ക് ഒന്നും കൂടി തരുമോ ടീച്ചർ? ആഹാ, അതിപ്പോ നല്ല കഥയാണല്ലോ. നിങ്ങൾ കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തെ ക്ലാസ് കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൊടുക്കാൻ. നമ്മൾ മാത്രമല്ലല്ലോ, 2-3 ക്ലാസ്സുകളില്ലേ അവർക്കൊക്കെ കൊടുക്കണ്ടേ ടീച്ചേഴ്സിനും കുട്ടികൾക്കും. ടീച്ചർ അബുവിന് പുറത്തേക്ക് പോയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ അപ്പുറത്തെ ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ തികയില്ല. എനിക്കൊന്ന് വേണം. ടീച്ചറെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ കൊടുത്തിട്ടേ ബാക്കി ഉണ്ടെങ്കിൽ അബുവിന് കൊടുന്നേരാട്ടോ. എന്തായാലും